നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാലക്കാട്ടെ പ്രമുഖ CPIM BJP നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ നീക്കങ്ങളുമായി കോൺഗ്രസ്. CPIMന്റെ മുതിർന്ന നേതാവ് PK ശശിയെയും BJP നേതാവ് പ്രമീള ശശിധരനെയും പാർട്ടിയിലെത്തിക്കാനാണ് ശ്രമം. PK ശശി എത്തിയാൽ ഷൊർണൂരോ ഒറ്റപ്പാലത്തോ മത്സരിപ്പിക്കാനാണ് കണക്കുകൂട്ടൽ. KTDC ചെയർമാൻ സ്ഥാനവും PK ശശി ഉടൻ രാജിവെക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് പാലക്കാട്ട് CPIM വിമതരുടെ നീക്കം. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കാനാണ് തീരുമാനം. അതേസമയം കോൺഗ്രസിന്റെ വിസ്മയങ്ങൾ തുടരുമെന്ന് VK ശ്രീകണ്ഠൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. PK ശശി എന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി അറിയപ്പെടാത്ത പ്രവർത്തകർ നേതാക്കളുണ്ട്. താഴെത്തട്ടിൽ അവരെല്ലാം അസ്വസ്ഥരാണ്. അഴിമതിയിൽ മുങ്ങിയ കെടുകാര്യസ്ഥതയിൽ ആയിട്ടുള്ള ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള വ്യാപകമായ അഭിപ്രായമുണ്ട്. അപ്പോൾ പൊതുജനങ്ങളും CPMന്റെ അനുഭാവികൾ ഉൾപ്പെടെ കോൺഗ്രസിന് UDFന് അനുകൂലമായ നിലപാടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മറനീക്കി കൂടുതൽ പുറത്തു വരും. അതിൽ ഏതൊക്കെ നേതാക്കന്മാരുണ്ടെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. CPM മാത്രമല്ല, BJPയിലും പല സുഹൃത്തുക്കളും അസ്വസ്ഥരായിട്ടിരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ആ പാർട്ടി വിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പൊതുരംഗത്ത് മാന്യതയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ പരിഗണിക്കും. ഇക്ബാൽ അറക്കിൽ ചേരുന്നു. ഇക്ബാൽ, ഇനി പാലക്കാട്ട് നിന്നാണോ വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നത്? CPIM ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം BJPയെ സംബന്ധിച്ച് പ്രമീള ശശിധരനും PK ശശിയാണെങ്കിലും പ്രമീള ശശിധരനാണെങ്കിലും അതൃപ്തിയോടെ നിൽക്കുന്ന നേതാക്കളാണ്. അപ്പോൾ അവരെ എത്തിക്കാൻ ഏത് തരത്തിലാണ് കോൺഗ്രസ് ചൂണ്ടയിടുന്നത്? എത്രത്തോളം ഇതിൽ സാധ്യതകളുണ്ട്? മറ്റൊന്ന്, ഈ വിമതരുടെ നീക്കം അതും CPIMന് തിരിച്ചടിയാണല്ലോ ഇക്ബാൽ. രോഷിനി, തീർച്ചയായും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്ര, ആ യാത്ര പാലക്കാട്ടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ CPMനകത്തും BJPക്കകത്തും നേതൃത്വത്തോട് കലഹിച്ചു നിൽക്കുന്ന, ആ പാർട്ടി വിട്ടുവരണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെല്ലാം കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കൾ നടത്തുന്നത്. CPMൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള PK ശശിയെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് CPMൽ നിന്ന് മാറ്റി കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. PK ശശിയെ ഷൊർണൂരോ അതല്ലെങ്കിൽ പിന്നീട് ഒറ്റപ്പാലത്തോ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഉടൻ തന്നെ KTDC ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച് PK ശശി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. CPMൽ നിന്ന് മാത്രമല്ല, BJPയിൽ നിന്നും കോൺഗ്രസ് ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്ക് BJPയിൽ നിന്ന് പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നുള്ള പ്രമീള ശശിധരനെ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലും പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അന്നത് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലുള്ള നീക്കങ്ങൾ, ചർച്ചകളെല്ലാം സജീവമായി നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. അതിനിടയിലാണ് ഇപ്പോൾ CPMന് അല്ലെങ്കിൽ LDF മുന്നണിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അത് CPMനകത്തെ ചില വിമതരുണ്ട്. അവരെല്ലാം സംഘടിച്ചു നിന്നുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് CPMനെതിരായിട്ടുള്ള പോരാട്ടം നടത്തും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൊഴിഞ്ഞാമ്പാറയിലും വടക്കഞ്ചേരിയിലും എല്ലാം നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ കണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ, വടക്കഞ്ചേരി പഞ്ചായത്തുകൾ പിടിച്ചെടുത്തത് CPM വിമതരുടെ നേതൃത്വത്തിലുള്ള മുന്നണികളും പാർട്ടികളുമാണ്. അവരിതാ കുറച്ചുകൂടി കടന്ന കൈയായി ഒരു പാർട്ടി സംവിധാനത്തിലേക്ക് എത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് CPMനെതിരെ മത്സരിക്കുക എന്ന നീക്കത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ കടക്കുകയാണെങ്കിൽ ഈ ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിന് കൂടി പിന്തുണ ഉണ്ടാകുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്ര അത് പാലക്കാട്ടേക്ക് എത്തുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പല വിസ്മയങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഷിനി, ഓക്കെ, വിസ്മയത്തുമ്പത്താണോ കാര്യങ്ങൾ? കൈപിടിക്കാൻ ഒരുങ്ങുകയാണോ? യാത്ര പാലക്കാട്ട് എത്തുമ്പോൾ ചില പുതിയ മുഖങ്ങളുടെ എൻട്രി പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം. ഇക്ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.